സൂറത്തു യാസീനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 64 ആയത്ത് വരെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞു. ഇന്ന് 65 മുതൽ 67 ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വെച്ച് കാഫിരീങ്ങളായ ആളുകളെ, അല്ലാഹുവിനെ അനുസരിക്കാത്ത ആളുകളെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, ഈ നരകം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ചതാണ് എന്നുള്ള ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഹാദിഹി ജഹന്നമുല്ലത്തി കുൻതും തുഅദൂൻ, അവിടെ വഅദ നൽകപ്പെട്ടത്, വാഗ്ദത്തം നൽകപ്പെട്ടത് എന്ന് നരകത്തിനെ കുറിച്ച് പറയുന്നത്, അർത്ഥം പറയുന്നതിലൊരു സുഖമില്ല. സ്വർഗത്തിനെ കുറിച്ച് അങ്ങനെ പറയാം, നല്ലതാണ് വാഗ്ദത്തം നൽകുക, ഇന്ന സുഖം തരും, ഇന്ന സൗകര്യം തരും എന്ന് നല്ലതാണ് വാഗ്ദത്തം നൽകുക. നരകം വാഗ്ദത്തം നൽകുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ അല്ലാഹു തആല താക്കീത് നൽകിയ, ഒരുക്കി തയ്യാറാക്കി വെച്ച നരകമുണ്ട്, മുൻകൂട്ടി നിങ്ങളോട് സൂചിപ്പിച്ച നരകം. ആ നരകം നിങ്ങൾക്ക്, ആ നരകമാണ് നിങ്ങൾക്കുള്ളതാണ്. ഹാദിഹി ജഹന്നം, ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച നരകമാണ്, നേരത്തെ ഓർമ്മപ്പെടുത്തിയ നരകം. അതുകൊണ്ട് അവിശ്വാസികളെ നിങ്ങൾ അതിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അല്ലാഹു തആല അവരെ നരകത്തിലേക്ക് വിടുകയാണ്. ആ സമയത്ത് നരകത്തിന്റെ മുമ്പിൽ അവരെത്തുമ്പോ അല്ലാഹുവിനോട് ചില ഞൊണ്ടി ന്യായങ്ങൾ പറയും. അവിടെ വെച്ച് ഞൊണ്ടി ന്യായങ്ങൾ നരകാവകാശികൾ അല്ലാഹുവിനോട് പറയും. ആ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളെയാണ് ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم, നാളെ ആ നരകാവകാശികളുടെ വായക്ക് സീല് വെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹു തആല നരകാവകാശികളുടെ വായക്ക് സീല് വെക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. എപ്പോഴാണ് അല്ലാഹു തആല അവരുടെ വായക്ക് സീല് വെക്കുന്നത്? അവരുടെ കുറ്റം അവർ അല്ലാഹുവിന്റെ മുമ്പിലും സമ്മതിക്കില്ല. ചില ആളുകൾ അങ്ങനെയാണല്ലോ, തെറ്റ് സംഭവിച്ചു പോയാൽ പിന്നെ സമ്മതിക്കണം, അതിനെ ന്യായീകരിക്കാൻ പാടില്ല. കുറ്റം ചെയ്തു പോയാൽ സമ്മതിക്കണം. അല്ലാഹുവിന്റെ മുമ്പിലും ന്യായീകരിക്കുന്ന ഒരു വിഭാഗമാണിവർ. മഹാനായ ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഈ ആയത്തിനെ വിശദീകരിച്ച്, വയുദഅൽ കാഫിറു വൽ മുനാഫിഖു ലിൽ ഹിസാബ്, കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളെയും അല്ലാഹു തആല ഹിസാബിന് വേണ്ടി കൊണ്ടുവരുന്നു, വിളിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവരോട് ചോദ്യം ചെയ്യുമ്പോ അവര് പറയുന്നു, പടച്ചവനെ, വഇസ്സതിക ലഖദ് കതബ അലയ്യ ഹാദൽ മലകു മാ ലം അമൽ, പടച്ചവനെ, നിന്റെ മലക്ക് ഞങ്ങളുടെ പേരിൽ ഇല്ലാത്ത അമലുകൾ എഴുതിയതാണ്, ഞങ്ങൾ ചെയ്ത അമലല്ല ഇവരെഴുതിയിട്ടുള്ളത്. മലക്കുകളെ കുറ്റപ്പെടുത്തി അല്ലാഹുവിന്റെ മുമ്പിൽ പറയാണ്, പടച്ചവനെ, ലഖദ് കതബ അലയ്യ ഹാദൽ മലകു, ഈ മലക്ക്, അതെ നിന്റെ മലക്ക് എന്റെ പേരിൽ രേഖപ്പെടുത്തിയത് മാ ലം അമൽ, ഞാൻ പ്രവർത്തിക്കാത്ത ഒന്നിനെയാണ്, ഞാൻ ചെയ്യാത്തതിന് എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ്, എന്റെ പേരിൽ കുറ്റാരോപണം നടത്തുകയാണ് റബ്ബേ. അപ്പൊ മലക്ക് പറയും, അമാ അമിൽത കദാ ഫീ യൗമിൻ കദാ ഫീ മകാനിൻ കദാ,
അവിടെ നിന്റെ കള്ളത്തരങ്ങളൊന്നും വിലപ്പോകൂല. ഉടനെ മലക്ക് ആദ്യം നീ ചെയ്ത കുറ്റമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെയ്ത കുറ്റം ഞാൻ സമ്മതിക്കാതിരിക്കുമ്പോ അടുത്തതായി മലക്ക് പറയുകയാണ്, എടോ അമാ അമിൽത കദാ ഫീ യൗമിൻ കദാ ഫീ മകാനിൻ കദാ, ഇന്നാലിന്ന ദിവസത്തില് ഇന്നാലിന്ന സമയത്തില് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചിട്ട് നീ ഇന്ന തെറ്റ് ചെയ്തില്ലയോ? തെളിവ് സഹിതം പറയും. അപ്പൊ നിഷേധിക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തെ നിഷേധത്തിന് തെളിവ് കൊടുത്തു. ആ സമയവും സ്ഥലവും ദിവസവും കൃത്യമായി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴും അവൻ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അവൻ പറയുന്നു, ലാ വഇസ്സതിക ഐ റബ്ബി ലാ അമിൽതു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല റബ്ബേ. ഈ മലക്ക് നുണ പറയാണ്. അള്ളാന്റെ മുമ്പ് ചെന്നിട്ട് പറയാണ്, ഈ മലക്ക് നുണ പറയാ പഠിച്ചോന്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പച്ചക്കള്ള അള്ളാന്റെ മുമ്പിൽ ഒന്ന് പറയാം. മലക്ക് അള്ളഹാനോട് പറയാം, മലക്കിനെ കുറ്റപ്പെടുത്താണ് അവിടുന്ന്. അപ്പോഴാണ് അല്ലാഹു തആല അടുത്ത പണി ചെയ്യുന്നത്. എന്താണ്? ഫൈദാ ഫഅല ദാലിക ഖുതിമ അലാ ഫീ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവന്റെ വായക്ക് സീല് വെച്ചു. സീല് വെക്കുക എന്ന് പറയുമ്പോ നമുക്കൊരു ധാരണ ഉണ്ട്, ഒരു തുണി എടുത്തിട്ട് അത് കിട്ടും അല്ലേ? വായ അടച്ചുപൂട്ടി സംസാരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പണി അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ അള്ളാഹ്ക്ക് ചിലപ്പോ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു എല്ല് പോലും ഇല്ലാത്ത ഈ നാവ്, ആ നാവ് കൊണ്ട് അള്ളാഹു സംസാരിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ടെങ്കിൽ ആ സംസാര ശേഷി അങ്ങ് എടുത്തു കളി. നാവില്ല എത്രയോ ആള് സംസാരിക്കാത്തതുണ്ട്. നാവുള്ള എത്രയോ ആളുകൾ സംസാരിക്കാത്തവരില്ലേ? സംസാരിക്കാനെന്ന് കഴിയൂല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീൽ വെച്ചു, മിണ്ടാൻ കഴിയൂല. പിന്നെ അടുത്ത പരിപാടി എന്താ? ഖുർആൻ പറയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീൽ വെച്ച് കഴിഞ്ഞു. പിന്നെ ആരാ സംസാരിക്കുന്നത്? ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങൾ സംസാരിക്കുകയാണ്. ഇതുവരെ സംസാരിക്കാത്ത നമ്മുടെ കൈയുണ്ട്, ഇതുവരെ സംസാരിക്കാത്ത കാലുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, അവയവങ്ങളെല്ലാം, ചർമ്മങ്ങളെല്ലാം സംസാരിക്കുമെന്ന് ഹദീസിൽ പറയുന്നു. എവിടെയും നിഷേധിക്കാൻ കഴിയൂല. ആ സംസാരം തുടങ്ങുന്ന ആദ്യമായി മനുഷ്യന്റെ വായക്ക് സീല് വെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി സംസാരിക്കുന്ന അവയവമാരാണ്? മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു കസീർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലു ഇന്ന അവ്വല അളമിൻ മിനൽ ഇൻസാനി യതകല്ലമു യൗമ യുഖ്തിമു അലാ അഫ്വാഹിം ഫഖദുഹു മിനർ റിജ്ലിൽ യുസ്റാ. ആദ്യമായിട്ട് സംസാരിക്കുന്ന അവയവം നിന്റെ കാലിന്റെ തുടക്കുറ്റിയാണ്, കാലിന്റെ തൊടയാണ്, ഇടത്തെ കാലിന്റെ തൊട. അതാണ് ആദ്യമായി മനുഷ്യന്റെ വായക്ക് സീല് വെച്ചാൽ പിന്നെ സംസാരം തുടങ്ങുന്ന അവയവം. എന്തേ അങ്ങനെ ഒരു അവയവത്തിന് അല്ലാഹു ആദ്യം മുൻഗണന കൊടുത്തത്? മഹാന്മാര് പറയുന്നു, എന്തേ അതിന് കാരണം? ഒരു മനുഷ്യന്റെ ഏറ്റവും രഹസ്യമാക്കി വെക്കുന്ന ഒരു തെറ്റാണ് ലൈംഗികമായ തെറ്റുകൾ. ആ ലൈംഗികമായ തെറ്റുകൾക്ക് മുഴുവനും സാക്ഷിയാകുന്ന ഒരു അവയവമാണ് മനുഷ്യന്റെ തുടക്കുറ്റി. അതുകൊണ്ട് ആദ്യമായി ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ മലക്കിനെ കുറ്റക്കാരനാക്കി നിഷേധിച്ച ഒരുത്തന്റെ മുമ്പിൽ ആദ്യം സംസാരിക്കുന്ന ആ കുറ്റവാളിയുടെ അവയവം ഏതാണ്? അവന്റെ കാലിന്റെ തുടയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എത്ര രഹസ്യമാക്കി വെച്ച തെറ്റുകളും അന്ന് പുറത്തു വരും. എത്ര വലിയ പകൽമാന്യന്മാരും അന്ന് കള്ളന്മാരാകും. അങ്ങനെയുള്ളൊരു സാഹചര്യം വരും. അതാണ് പറഞ്ഞത്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളുടെ വായക്ക് സീൽ വെച്ചുപോയി. വതുകല്ലിമുനാ ഐദീഹിം, പിന്നെ സംസാരിക്കുന്നത് കൈകളാണ്. നമ്മുടെ കൈകളെന്ന് സംസാരിക്കുന്നു. എല്ലില്ലാത്ത നാവിന് സംസാരിക്കാൻ പ്രയാസമില്ലെങ്കിൽ ഈ കൈകൾക്ക് സംസാരിക്കാൻ തീരെ പ്രയാസമില്ല. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയാൻ വരികയാണ്.
ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഈ നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയാൻ തുടങ്ങുമ്പോ അതെ നമ്മുടെ ശരീരം അവയവങ്ങളോട് ചോദിക്കുമത്രേ, ഞാൻ നിങ്ങളെ നരകത്തേക്ക് പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി ഇത്ര നേരം അള്ളാഹിനോട് നുണ പറഞ്ഞു വാദിച്ചു, അപ്പൊ നിങ്ങളൊക്കെ എനിക്കെതിരെ വാദിക്കാം. കയ്യിനോട് പറയാൻ പറഞ്ഞപ്പോ കയ്യിതാ എനിക്കെതിരെ പറയുന്നു. പഠിച്ചവനെ എന്നെ ഉപയോഗിച്ചിട്ട് ഇവൻ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാല് സാക്ഷി നിൽക്കുന്നു, എന്നെ ഉപയോഗിച്ചിട്ട് ഇവൻ ഇന്നാലിന്ന തെറ്റിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ചർമ്മഭാഗങ്ങളൊക്കെ പറയുന്നു, ഇവൻ എന്നെ തൊട്ടുകൊണ്ട് ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അവയവങ്ങളോട് ചോദിക്കാണ് നഫ്സ്, അല്ല ഞാൻ നിങ്ങളൊക്കെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്ര നേരം ഇവിടെ വാദിച്ചത്, അപ്പൊ നിങ്ങളെല്ലാരും കൂടെ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തിരിയാണോ എന്നൊരു ചോദ്യം അവിടെ നിന്ന് ചോദിക്കുമത്രേ. കൈ പറയും, സംസാരിക്കും, ഈ കൈ കൊണ്ട് ഞാൻ എവിടെയൊക്കെ പാടില്ലാത്തതിലേക്ക് ചൂണ്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ പാടില്ലാത്തതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ പാടില്ലാത്തതിലേക്ക് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് എന്റെ കൈ വിളിച്ചു പറയുന്ന സന്ദർഭമുണ്ട്. നമ്മുടെ ഓരോ അവയവങ്ങൾ സാക്ഷിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിലുണ്ട്, നമ്മൾ തസ്ബീഹ് ചൊല്ലും, തസ്ബീഹ് മാല എടുക്കും. ഏറ്റവും നല്ലത് എന്താ? തസ്ബീഹ് എല്ലാം കയ്യിന്റെ വിരലുകൾ ഉപയോഗിച്ച് തസ്ബീഹ് എല്ലാം ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമത. പിന്നെ എണ്ണം 10-ൽ കൂടുതൽ വരും. ചിലപ്പോൾ നമുക്ക് എണ്ണം പിടുത്തം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ തസ്ബീഹ് മാലയും കൗണ്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഏറ്റവും ഉത്തമം എന്താ? കൈ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഈ വിരലുകൾ നാളെ പറയും, പഠിച്ചവനെ, പെരുവിരല് പറയും, പഠിച്ചവനെ തസ്ബീഹ് ചൊല്ലാൻ എന്നെ ഉപയോഗിച്ചു, അൽഹംദുലില്ലാഹ് പറയാൻ എന്നെ ഉപയോഗിച്ചു, അല്ലാഹു അക്ബർ പറയാൻ എന്നെ ഉപയോഗിച്ചു. ഈ വിരലുകൾ വെച്ച് എണ്ണം പിടിക്കുമ്പോൾ നാളെ അള്ളാന്റെ മുമ്പിൽ സാക്ഷി പറയുന്നു. അതുകൊണ്ട് വിരലുകൾ എണ്ണിപ്പിടിക്കാവുന്നത് ഏറ്റവും ഉത്തമം എണ്ണം പിടിക്കാൻ വിരലാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള തസ്ബീഹ് മാലയും കൗണ്ടറുകളൊക്കെ. എണ്ണത്തിൽ നമുക്ക് ഒരു പരിധി വെക്കാൻ കഴിയില്ല. എണ്ണം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉപയോഗിക്കാം, തെറ്റല്ല. സ്വഹാബത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈത്തപ്പഴക്കുരു ഉപയോഗിച്ച് സ്വഹാബത്തുണ്ട്. ഈത്തപ്പഴക്കുരു ഓരോന്നോരോന്നായി ഓരോ ദിക്ർ ചെയ്യുമ്പോൾ അങ്ങനെ അടുത്തതിലേക്ക് മാറ്റിയിടുന്ന ചരിത്രത്തിൽ ഹദീസിൽ അങ്ങനെയൊക്കെ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൈകൾ സംസാരിക്കും അല്ലാഹുവിന്റെ മുമ്പിൽ. നന്മ ചെയ്താൽ നന്മയാണ്, തിന്മ ചെയ്താൽ തിന്മയാണ് വിളിച്ചു പറയുന്നത്. അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ ഇവിടുന്ന് നല്ലത് ചെയ്യണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്ത ഓരോന്നിനും ഇന്നാലിന്നതെന്നില്ല. കാല് പ്രവർത്തിച്ചത് കാല്, വതശ്ഹദു അർജുലുഹും നമ്മുടെ കാല് നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കും. തെറ്റ് ചെയ്തവരാണെങ്കിൽ, നന്മ ചെയ്തവരാണെങ്കിൽ അനുകൂലമായി സാക്ഷി നിൽക്കും. അങ്ങനെ ഓരോ അവയവങ്ങളും നമുക്ക് സാക്ഷി നിൽക്കുകയാണ്, എതിരെ സാക്ഷി നിൽക്കുകയാണ്. ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്തു കൂട്ടി വെച്ച ഓരോ കർമ്മങ്ങളെ കൊണ്ടും അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. ആ സന്ദർഭത്തെ വിവരിച്ചുകൊണ്ട് സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു ഒന്നും കൂടെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ويوم يحشر أعداء الله إلى النار. അല്ലാഹുവിന്റെ ശത്രുക്കളെ, കാഫിരീങ്ങളെ നരകത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന സമയം ഫഹും യൂസഊൻ, അവരെ മലക്കുകൾ ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ശത്രുക്കളാണ്. ഖുർആൻ പ്രയോഗിച്ചത് കണ്ടില്ലേ? വയൗമ യുഹ്ശറു അഅദാഉല്ലാഹ്. അല്ലാഹുവിന്റെ ശത്രുക്കളെ മലക്കുകൾ ഇങ്ങനെ തെളിച്ച് പോത്തുകളെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരികയാണ്. ആ വരുന്ന സമയത്ത് ഖുർആൻ പറയുന്നു സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 19-20 ആയത്തുകളിൽ, ഹത്താ ഇദാ ജാഊഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ആ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്കുള്ള അവകാശികളെ കൊണ്ടുവരുമ്പോ അവരവസ്ഥ എന്താണ്?
ഹത്താ ഇദാ ജാഊഹാ അവരെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഷഹീദ അലൈഹിം അവർക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. ആരാണ് സാക്ഷി നിൽക്കുന്നത്? ദൂരെ നിന്ന് കണ്ടവനല്ല, എതിർചേരിയിലുണ്ടായിരുന്ന ടീമല്ല, അല്ലെങ്കിൽ വൈരാഗ്യമുള്ള അയൽവാസിയല്ല. പിന്നെ ആരാണ് ഇവനെതിരെ സാക്ഷി നിൽക്കുന്നത്? സമ്ഉഹും അവന്റെ കേൾവിയാണ്, വഅബ്സാറുഹും അവന്റെ കാഴ്ചയാണ്, വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ അവന്റെ ജിൽദ് തോലുകളാണ്. തൊലിയുള്ള ഭാഗം എവിടെയൊക്കെ ശരീരത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മുഴുഭാഗങ്ങളും ബിമാ കാനൂ യഅമലൂൻ അവൻ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളെ കൊണ്ട് അവനെതിരെ നാളെ സാക്ഷി നിൽക്കുകയാണ്. എന്റെ കാത് വരും പഠിച്ചവനെ, അവൻ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തുറ്റിവെച്ചിട്ട് ഹറാമ് കേട്ടവനാണ് റബ്ബേ. നീ നൽകിയ ചെവി ആ കാതുപയോഗിച്ചിട്ട് ഹറാമിന് മാത്രം ചെലവഴിച്ചവനാണ് റബ്ബേ. എന്റെ കണ്ണ് വരും പഠിച്ചവനെ, ആരാരും കാണാത്ത പാതിരാത്രിയുടെ പഴുതിലിരുന്നിട്ട് ഹറാമ് മൊബൈലിൽ നോക്കി കണ്ടവനാണ് റബ്ബേ. അന്യ പെണ്ണിനെ അരുതായ്മകൾ ചിന്തിച്ചുകൊണ്ട് നോക്കി നിന്നവനാണ് റബ്ബേ. നല്ല പോലെ ഒരാളോട് സംസാരിക്കുമ്പോ തെറ്റായ ചിന്തകൾ ഉള്ളിൽ വെച്ച് നോട്ടമിട്ടവനാണ് റബ്ബേ. ഞാനില്ല എന്ന് പറഞ്ഞാലും കണ്ട നോക്കിയ എന്റെ കണ്ണ് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കെതിരെ വിളിച്ചു പറയുകയാണ്. വജുലൂദുഹും വിടുന്നില്ല. കണ്ണിനെ മാത്രമങ്ങ് മാറ്റിവെച്ചാലോ കാതിനെ മാത്രമങ്ങ് മാറ്റിവെച്ചാലോ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ എന്റെ കൈകൊണ്ട്, എന്റെ കാലുകൊണ്ട്, എന്റെ ശരീരത്തിന്റെ തൊലിയുള്ള ഏത് ഭാഗം കൊണ്ടാകട്ടെ ഞാൻ എന്തൊക്കെ തെറ്റിലേക്ക് സ്പർശിച്ചിട്ടുണ്ടോ, എന്തൊക്കെ തെറ്റിലേക്ക് ആംഗ്യം കാണിച്ചിട്ടുണ്ടോ, എന്തൊക്കെ തെറ്റിലേക്ക് ചിന്തിച്ചു പോയിട്ടുണ്ടോ, എന്തൊക്കെ തിന്മകളെ ഞാൻ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ, അള്ളാഹുവിന്റെ മുമ്പിൽ വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഓരോരുത്തര അവയവങ്ങളും ഞാൻ എന്റെ തെറ്റുകൾ ഇപ്പൊ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഈ മൈക്കിട്ട് ഞാൻ ഓടേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ രഹസ്യമായ തെറ്റുകളെ ഇവിടെ നിന്നങ്ങ് പരസ്യമാക്കിയാൽ ഒരൊറ്റാളും നമ്മുടെ സദസ്സിലിരിക്കൂല, എല്ലാവരും ഓടിമറയും. എന്നാൽ നാളെ കോടാനക്കോടി ജനങ്ങളെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് എന്റെ കണ്ണെനിക്കെതിരെ സാക്ഷി പറയുന്ന ദിവസമുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ ഖുർആൻ പറയാണ്, തീർന്നില്ല. എന്നിട്ട് സൂറത്തുൽ ഫുസ്സിലത്തിന്റെ ബാക്കി ഭാഗം വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ചോദിക്കുന്നു. നമ്മുടെ നഫ്സ് ചോദിക്കാണ്, അല്ലയോ കയ്യേ, അല്ലയോ കാലേ, അല്ലയോ തൊലികളെ, നിങ്ങൾ എന്തേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കള്ളവാദം വാദിച്ചത്. നിങ്ങളെ നരകത്തിലേക്ക് എറിയുമ്പോ, എന്നെ നരകത്തിലേക്ക് എറിയുമ്പോ എന്റെ കൈ കത്തിയെരിയുന്നുണ്ട്, എന്റെ കാലും തൊലിയുമൊക്കെ കത്തിയൊരുകുന്നുണ്ട്. അത് നിങ്ങളെ കൂടി രക്ഷിക്കാനല്ലേ ഞാൻ അള്ളാന്റെ മുമ്പില് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എന്തേ നിങ്ങൾ സംസാരിച്ചത്? ഖുർആൻ പറയുന്നു, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖന അല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഅ. അല്ലാഹു തആല മറ്റുള്ളവർക്കെല്ലാം സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തതുപോലെ കൈ പറയുന്നു, എനിക്കിന്ന് സംസാരിക്കാനുള്ള കഴിവ് തന്നിരിക്കുകയാണ്. കാല് പറയുന്നു, എന്നെ സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ തൊലികൾ പറയുന്നു, ഞങ്ങളെ സംസാരിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. വഹുവ ഖലഖകും അവ്വല മർറത്തിൻ വഇലൈഹി തുർജഊൻ. ആ പടച്ച റബ്ബ് ആദ്യമായിട്ട് നിങ്ങളെ പടച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാനമര്യാദക്ക് ജീവിക്കാൻ പറ്റിയില്ല. സംസാരിക്കാൻ നിങ്ങൾക്ക് വായന്നിരുന്നു, മര്യാദക്ക് നിങ്ങൾ സംസാരിച്ചില്ല. കേൾക്കാൻ കാതുണ്ടായിരുന്നു, കേൾക്കേണ്ടത് കേട്ടില്ല. കാണാൻ കണ്ണുണ്ടായിരുന്നു, കാണേണ്ടത് കണ്ടില്ല. ചിന്തിക്കാൻ ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ചിന്തിക്കേണ്ടതൊന്നും നിങ്ങൾ ചിന്തിച്ചില്ല. ഖുർആൻ പറയുന്നു,
വീണ്ടും അല്ലാഹു പറയാണ് വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോന്ന് മറച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ വിചാരിച്ചെന്താ? നിങ്ങൾ ചെയ്ത കുറെ കാര്യങ്ങൾ അല്ലാഹു തആല അറിഞ്ഞിട്ടില്ല എന്നാ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചോ? അത് തെറ്റാണ് മക്കളെ. ഖുർആൻ പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വദാലികും ലന്നകുമുല്ലദീ ലനൻതും ബിറബ്ബികും മർദാകും ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ. നിങ്ങളെ ധാരണകൾ, അല്ലാഹുവിനെ കുറിച്ച് അവർ ധരിച്ചു വെച്ച ധാരണകൾ തെറ്റാണ്. അവർ നാശത്തിന്റെ കെണിവലയിലേക്ക് വീണുപോകുന്നവരാണ്. അള്ളാന്റെ മുമ്പിൽ നമ്മുടെ കയ്യും കാലും കണ്ണും എല്ലാം സംസാരിക്കുന്നതിന്റെ ഒരു ചിത്രം സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ഷോർട്ടാക്കിയിട്ട് അവതരിപ്പിച്ചാണ്. നമ്മുടെ കണ്ണും കാതുമൊക്കെ സംസാരിക്കുമെന്ന്. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, അതുകൊണ്ട് ആ ആഖിറത്തിനെ ഭയക്കണം. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. എന്നിട്ട് അല്ലാഹു പറയുന്നു, നമ്മളെങ്ങാനും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനെ, നിങ്ങളുടെ കാഴ്ചയെ തന്നെ അങ്ങില്ലാതെയാക്കിയാൽ, ഹിദായത്തിന്റെ വഴിയെ നിങ്ങൾക്ക് മറച്ചു കളഞ്ഞാൽ, ഫസ്തബോൻ, നേരിന്റെ വഴി, ഹിദായത്തിന്റെ വഴി കാണിച്ചു തരുന്നത് നമ്മളാണ്. ആ നേരിന്റെ വഴിയെ നമ്മളെങ്ങാനും നിങ്ങൾക്ക് മറച്ചു കളഞ്ഞാൽ, നിങ്ങൾക്ക് കണ്ടു കാണാൻ നല്ല വഴി കാണിച്ചു തരാനുള്ളത് ആരാണ്? വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം. ജലാലുദ്ദീൻ സുയൂത്തി അവിടുത്തെ ദുർറുൽ മൻസൂർ എന്ന തഫ്സീറിൽ പറയുന്നത് കാണാം, അമൈനാഹും വഅളൽനാഹും അനിൽ ഹുദാ ഫഅന്നാ യുബ്സിറൂൻ കൈഫ യഹ്തദൂൻ. അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്തിന്റെ നേരിന്റെ വഴിയെ കാണിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഫകൈഫ യഹ്തദൂൻ, പിന്നെ എങ്ങനെയാണ് അവൻ ഹിദായത്തിലേക്ക് വരുന്നത്, നന്മയിലേക്ക് വരുന്നത്? അല്ലാഹു ചോദിക്കാണ്. അതുകൊണ്ട് വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم. ജീവിക്കുന്നവനെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. നിങ്ങളെല്ലാവരും നടന്നു പോകുമ്പോ പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങളങ്ങ് കല്ലായി പോയാൽ, നിങ്ങളുടെ ജീവനങ്ങ് പോയാൽ, ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ എല്ലാവരും പിന്നെ ഇരുത്തം ഇങ്ങനെ കല്ലുപോലത്തെ ഓരോ മനുഷ്യന്മാരിങ്ങനെ ഇരിക്കുന്നു, ജീവനില്ല. അള്ളാഹു വിചാരിച്ചാൽ അതിന് പ്രയാസമില്ല. അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം ഇത് സംവിധാനിച്ചു തന്നത്. പക്ഷേ നിങ്ങൾ അള്ളാഹു തആല പറഞ്ഞ റൂട്ടിൽ നടന്നില്ല. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുകയാണ്, വലൗ നശാഉ ലമസഖനാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുദിയൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ അങ്ങ് അല്ലാഹു തആല മനുഷ്യനെന്ന രൂപത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു പോയാൽ, അതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങളെ ഈ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാൽ, നിങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ കല്ലുപോലെ അവിടെ തന്നെ ഉറപ്പിച്ചു കളഞ്ഞാൽ, നിങ്ങളെ മസാക്കിൻ, നിങ്ങളെ താമസ സ്ഥലങ്ങളിൽ നിങ്ങൾ എവിടെ അവസാനിപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല.
ഈ കഴിവുള്ള നിങ്ങൾക്ക് ഇത്രയും സംവിധാനങ്ങൾ നൽകിയ അല്ലാഹു ഈ സംവിധാനങ്ങളൊക്കെ നൽകിയിട്ടും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന ഓർമ്മകൾ നൽകിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുമ്പോ എത്ര വലിയ ധിക്കാരികളാണ് നമ്മൾ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ സൂറത്തിലെ ഈ പറഞ്ഞ ഈ ഭാഗത്തിൽ ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തുകൾ എന്തിനാ നമ്മൾ പറയുന്നത്? ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കണം, പടച്ചവനെ ആരും കാണുന്നില്ലെങ്കിലും പടച്ചവൻ കാണുന്നുണ്ട്. 1. 2, നാളെ ഈ അവയവങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റിൽ എന്റെ അവയവങ്ങൾ പങ്കാണ്. എന്റെ അവയവങ്ങൾ പങ്കില്ലാതെ എനിക്കൊരു തെറ്റ് ചെയ്യാനാകില്ല, ചിന്തിക്കാൻ പോലും ആകില്ല എന്റെ അവയവങ്ങളുടെ പങ്കില്ലാതെ. ആ അവയവങ്ങൾ എന്റെ കൂടെ നിന്ന് നാളെ ആഖിറത്തിൽ എനിക്കെതിരെ തിരിയും എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആരും ഇതിന് പോകൂല, ഒരു മനുഷ്യനും തെറ്റിലേക്ക് പോകൂല. അല്ലാഹു തആല നമുക്ക് നല്ല സലീമായ ഖൽബ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്ത് നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നിന്റെ നല്ല ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളിലും ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം.